നമസ്കാരം. അൽഗോ ക്ലാസ് റൂമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു ഷെയർ ട്രേഡിംഗ് സ്ട്രാറ്റജി ബേക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അൽഗോരിതമിക് ട്രേഡിംഗ് അഥവാ ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് ഷെയർസ് ഓട്ടോമാറ്റിക്കായി ബൈയും സെല്ലും ആകുന്നതാണ്. പലർക്കും നഷ്ടം വരുത്തി വയ്ക്കുന്ന ഒരു കാര്യമാണ് ട്രേഡ് ചെയ്യുമ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് വഴി നമുക്ക് ഇത് ഒഴിവാക്കാൻ കഴിയും. ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള ഷെയർ ബ്രോക്കേഴ്സ് എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിന് സൗകര്യം ഒരുക്കുന്നുണ്ട്. ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന API വഴിയാണ് ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ലൈവ് ഡാറ്റ കളക്ട് ചെയ്യുന്നതും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതും. പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന വിധത്തിലാണ് ഇവിടെ പ്രോഗ്രാമിംഗ് ക്ലാസുകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് ഒരു സ്ട്രാറ്റജി പരിഗണിക്കാം. ഈ സ്ട്രാറ്റജിയിൽ 5 പീരീഡ് മൂവിംഗ് ആവറേജ് 20 പീരീഡ് മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ബൈ ചെയ്തതിന് ശേഷം 1% പ്രോഫിറ്റിലോ 1% ലോസിലോ എക്സിറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഈ സ്ട്രാറ്റജി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ കോഡ് പ്രോഗ്രാമിൽ വേണമെന്ന് നോക്കാം. കോഡിൽ ആദ്യം തന്നെ API വഴി മാർക്കറ്റുമായി കണക്ട് ചെയ്യാനുള്ള കോഡ് വേണം. പിന്നെ മാർക്കറ്റിൽ നിന്ന് ലൈവ് ഡാറ്റ കിട്ടുവാനും ഈ ഡാറ്റ സേവ് ചെയ്ത് വയ്ക്കുവാനുള്ള കോഡും ആവശ്യമായി വരും. പിന്നെ മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കോഡും സ്ട്രാറ്റജി കണ്ടീഷൻ ചെക്ക് ചെയ്ത് സ്ട്രാറ്റജി ശരിയായി വന്നാൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനുള്ള കോഡും ആവശ്യമായി വരും. പിന്നീട് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വയ്ക്കുവാനുള്ള കോഡും വേണ്ടിവരും. ഇതുപോലെ ഒരു പ്രോഗ്രാം നമ്മൾ ക്ലൗഡിൽ റൺ ചെയ്താൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കേണ്ടി വരില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാം എല്ലാം ചെയ്തുകൊള്ളും. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. അൽഗോരിതമിക് ട്രേഡിങ്ങിനുള്ള സ്ട്രാറ്റജിയുടെ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് 1-2 വർഷത്തെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. പൈത്തൺ ഉപയോഗിച്ച് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ഈ വീഡിയോയിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് ഡീറ്റെയിൽസിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനി വരുന്ന വീഡിയോകളിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെ ചെറിയ പ്രോഗ്രാമുകളിലൂടെ പഠിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.